വെൽക്കം ബാക്ക് എവരിവൺ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഐസിടിയുടെ ഒരു പവർ ഓഫ് ത്രീ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പവർ ഓഫ് ത്രീ എന്നും എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇത്തരം ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു, കണ്ടന്റ് അത്യാവശ്യം വേർത്താണ്, അപ്ലോഡ് ചെയ്തതിന് മീൻസ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ആ ഒരു വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐസിടിയുടെ പവർ ഓഫ് ത്രീ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന കോൺസെപ്റ്റിന്റെ ഒരു എന്താ പറയാ ഒരു ആ ഒരു കോൺസെപ്റ്റ് എന്താന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പവർ ഓഫ് ത്രീ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ മാർക്കറ്റിനകത്ത് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ പ്രീവിയസ്ലി മാർക്കറ്റിനകത്ത് നടന്ന ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റിനകത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്ന ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്താണെങ്കിലും അതുപോലെ തന്നെ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പിന്നെ പേഴ്സണൽ നമ്പറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നൊരു മെസ്സേജസ് ആണ് ഫണ്ടഡ് ട്രേഡ്, ഫണ്ടഡ് ട്രേഡ് എന്ന പ്ലാറ്റ്ഫോംസ് ഒരു ടെമ്പററി ഷട്ട് ഡൗൺ ആയത്. അപ്പം എന്താ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അവര് കൊടുത്ത അപ്ഡേറ്റ്സ് പ്രകാരം അവർ ബ്രോക്കിംഗ് ഫേംസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, പിന്നെ റീബ്രാൻഡിങ് കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ സ്കിൽഡ് ഫണ്ടഡ് ട്രേഡർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും ഇതുപോലെ ടെമ്പററി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അവരും ഇതുപോലെ ആസ് സൂൺ അവര് തിരിച്ചു വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്റെ പ്രീവിയസ് വീഡിയോസിലെല്ലാം ഞാനൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി ഫേംസിനെ നിങ്ങൾ ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യരുത്, നോക്കരുത്. ഓക്കെ, പ്രോപ്പർട്ടി ഫേംസ് പറഞ്ഞാൽ ടെമ്പററി മാത്രമാണ്. നിങ്ങളൊരു ക്യാപിറ്റൽ ബിൽഡിങ്ങിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി ഫേംസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പം അല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു പ്രോപ്പർട്ടി ഫേംസിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ട്രേഡിംഗ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാൽ ഇത്തരം പ്രോപ്പർട്ടി ഫേംസ് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് നമുക്ക് MFFന്റെ കാര്യം എന്ന് പറഞ്ഞത്. അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു, പക്ഷെ അവര് ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് കാര്യങ്ങളെല്ലാം അവർ ബ്ലോക്കിങ്ങിനകത്ത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, നല്ലൊരു മുട്ടൻ പണി കിട്ടി. ഇതിനേക്കാളും മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ പ്രോപ്പർട്ടി ഫേംസ് എന്നൊരു ഐഡിയ ഇപ്പൊ റീസെന്റ് ആണ്, ഈ അടുത്തായിട്ടാണ് ബാക്കിയുള്ള എല്ലാം ട്രെൻഡിങ് ആയത്. അപ്പൊ അതിനേക്കാൾ ഒരു 3 വർഷം 4 വർഷം മുമ്പൊക്കെ നമ്മൾ ഈ പ്രോപ്പർട്ടി ഫേം ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ FTM ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, FTMയുടെ 3 ഫേസ് ചാലഞ്ച് ഒക്കെ ഉള്ള സമയത്ത്. അപ്പൊ FTMയുടെ അതേ സമയത്തിന് ഒരു പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു, ഫണ്ട് ട്രേഡിംഗോ ഫണ്ടിങ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. സോ അവരും ഇതുപോലൊരു ഒരു റെപ്യൂട്ടഡ് ആയ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അവർ വന്നിട്ട് പറഞ്ഞു എന്താ അവർ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഇൻവെസ്റ്റേഴ്സിന്. അവിടെ മീൻസ് അവരെ ഇപ്പൊ നമ്മൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്ത എമൗണ്ട് ആണെങ്കിലും അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാം വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവരൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അന്നേ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ പിന്നീടുള്ള ഒരു ജേർണിനകത്ത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു, പേഴ്സണലി ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഫേംസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഫേംസ് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക, എടുക്കാൻ വേണ്ടി നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു MFFനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫണ്ട് ട്രേഡിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടായിച്ചോ, നെക്സ്റ്റ് ഒരു 10Kയുടെ അല്ലെങ്കിൽ 50Kയുടെ 100Kയുടെ അക്കൗണ്ട് ഉണ്ടായിച്ചോ, നെക്സ്റ്റ് ടൈം നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഫണ്ട് ട്രേഡിൽ ചൂസ് ചെയ്യാതെ വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഫേംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഫണ്ട് ട്രേഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്ന ഒരാളെങ്കിൽ, ഇവരിങ്ങനെ പൂട്ടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് അവിടെ എന്താവുന്നത്, സ്റ്റോപ്പ് ആവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കേസ്, അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് വേറെ പ്രോപ്പർട്ടി ഫേംസിനെ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ലോങ് ടേമിലേക്ക് അതായിരിക്കും കുറച്ചുകൂടി സക്സസ്ഫുൾ ആയുള്ള രീതി എന്ന്. പിന്നെ ഒരു സെക്കൻഡ് കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പ്രോപ്പർട്ടി ഫേംസിനെ മാത്രം ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്തുകൂടി ശ്രമിക്കുക, നിങ്ങളൊരു റിയൽ മണി വെച്ചിട്ട് എന്തിനു വേണ്ടി ശ്രമിക്കുക, ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രോക്കർ, ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നത് നിങ്ങൾ പേഴ്സണലി സെർച്ച് ചെയ്യുന്ന ബ്രോക്കർ, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറയുന്നത് FXKM ആണ്. നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമർ സപ്പോർട്ടും ഫാസ്റ്റ് എക്സിക്യൂഷനും വിഡ്രോവലും കാര്യങ്ങളും ഡെപ്പോസിറ്റ് എല്ലാം കുറച്ചുകൂടി സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് അക്കൗണ്ട് ഒക്കെ നമുക്ക് മീൻസ് സീറോ സ്പ്രെഡ് അക്കൗണ്ട് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. സോ അതിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ FXTM അക്കൗണ്ട് എടുക്കാൻ താല്പര്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് FXTM ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. നോർമലി നിങ്ങളുടെ FXTM അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജ് അക്കൗണ്ട് ആണ്, നിങ്ങൾക്ക് അവിടെ ഒരു $500 ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വരും. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിന് അവർക്ക് നമുക്ക് $200 വരെ അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അവർ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ
FX അഡ്വാൻറ്റേജ് അക്കൗണ്ട് $200 ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള ലിങ്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ FX ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മുടെ എലമെന്റിലെ കമ്പനി നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് FX അക്കൗണ്ട് ഉണ്ട്, അതിന് കുഴപ്പമില്ല, നമുക്ക് അതിന് സൊല്യൂഷൻ നമുക്ക് അക്കൗണ്ട് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു ബെനിഫിറ്റ് ഹാക്ക്. അപ്പൊ നിങ്ങൾ മെയിൻലി ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ പ്രൊഫഷണൽ ഫേംസിനകത്ത് കിട്ടുന്ന വിഡ്രോവല് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ മീൻസ് നിങ്ങളത് മൊത്തം നിങ്ങളുടെ എക്സ്പെൻസ് ആക്കി മാറ്റാതെ നിങ്ങളുടെ പേഴ്സണൽ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി കൂടി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്തായിരിക്കുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ പവർ ഓഫ് ത്രീ എന്ന് പറഞ്ഞൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് മെയിൻലി വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പവർ ഓഫ് ത്രീ എന്ന് പറഞ്ഞ ഈ പവർ ഓഫ് ത്രീ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. ഞാൻ ആ വീഡിയോനകത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പവർ ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആണ്: അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഒരു ബുള്ളിയൻ സിനാരിയോ ആണെങ്കിൽ, ഈ ബുള്ളിയൻ സിനാരിയോ ആണെങ്കിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ അക്യുമുലേഷൻ എപ്പോഴും മോസ്റ്റ് ഓഫ് ദി കേസസ് എന്തായിരിക്കും, സംതിങ് ലൈക്ക് ഒരു റേഞ്ചിങ് മാർക്കറ്റ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ അക്യുമുലേഷൻ വിളിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മാനിപ്പുലേഷൻ എക്സ്പെക്ട് ചെയ്യും, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അക്യുമുലേഷൻ ഫേസസ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റേഞ്ചിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഈ അക്യുമുലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സെഷൻസ് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെഷന്റെ ബേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ മെയിൻലി 3 സെഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് പറയേണ്ടത്: ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക്. ഇതിന്റെ ബേസിൽ എങ്ങനെയാണ് ഈ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ എല്ലാം നോക്കുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ. ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് സെഷൻസിന്റെ ബേസിൽ എന്ത് ചെയ്യാവുന്നതാണ്, AMD നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ഓഫ് ത്രീ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന, ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഹോപ്പ്. ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലും പ്രാക്ടീസ് ചെയ്ത ഒരു വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം. ഓക്കെ, ഓൾറെഡി ടൈം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയാം. ആ റിക്വസ്റ്റ് കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബേസ്ഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രശ്നം നമുക്ക് സെഷൻസ് ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് എടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ സെഷൻസ് നോക്കാതെ മാർക്കറ്റിന്റെ 3 സ്റ്റേജസ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ വരുന്ന സമയത്ത്, ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾ പവർ ഓഫ് ത്രീ ട്രേഡ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നത്, ഇപ്പോൾ 50 മിനിറ്റ് ബേസിൽ പോകുന്നതിനേക്കാളും നല്ലത് 5 മിനിറ്റ്സിന്റെ ബേസിൽ AMD നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതാണ് കുറച്ചും നല്ലത്. ഇതാണ് രണ്ടാമതായിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. മൂന്നാമത് വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷൻസ് അല്ലാത്ത സമയത്തും ട്രേഡ് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെഷൻസ് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പവർ ഓഫ് ത്രീന്റെ ബേസിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഒരു ICT കോൺസെപ്റ്റിനകത്ത് എപ്പോഴും ICT വന്ന കാര്യം ടൈം ആൻഡ് പ്രൈസ് എന്ന റൂള് ICT സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ്. അപ്പോൾ പൊതുവെ ഈ പവർ ഓഫ് ത്രീ ഞാനും പ്രിഫർ ചെയ്യുന്ന ടൈം ആൻഡ് പ്രൈസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാനാണ്. നിങ്ങൾ ഒന്നെങ്കിൽ ലണ്ടനോ അല്ലെങ്കിൽ ന്യൂയോർക്കോ എന്ത് ചെയ്യുക, ട്രേഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുക. നിങ്ങൾ ബാക്കിയുള്ള ഒരു ന്യൂയോർക്ക് മിഡ് നൈറ്റ് ഒക്കെ നിങ്ങൾ അതിന് വേണ്ടി ട്രേഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഏഷ്യയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ചിലപ്പോൾ നിങ്ങൾക്ക് ടീപ്പ് അടിക്കാം, പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ചിലപ്പോൾ നമ്പർ ഓഫ് റിസൾട്ട്സ് കൂടാനുള്ള ചാൻസും എവിടെയുണ്ട്, ഈ ഒരു കേസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നൊരു ക്വസ്റ്റൻ വെച്ചാൽ, ഇതൊരു 100% പ്രൂവൺ സ്ട്രാറ്റജി ഒരിക്കലും അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു 100% പ്രൂവൺ ആയിട്ട് ഒരു സ്ട്രാറ്റജി മാർക്കറ്റിനകത്ത് എന്തല്ല അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു കോൺസെപ്റ്റിനെ 100% ആക്കുന്ന, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ സക്സസ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചെയ്യണോ വേണ്ട, അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ തീരുമാനിക്കുക. ഒറ്റ ഒരു കാര്യമുള്ളൂ, നിങ്ങളിപ്പോൾ എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ മണി മാനേജ്മെന്റ് ആണെങ്കിലും, ഗ്രീഡ് ആണെങ്കിലും, എമോഷൻസ് ആണെങ്കിലും, സൈക്കോളജി ആണെങ്കിലും എല്ലാം നിങ്ങൾ പ്രോപ്പർ ആകുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ, സക്സസ്ഫുൾ ആവുന്നുള്ളൂ. ദെൻ വേറെ ക്വസ്റ്റ്യൻ, എല്ലാ ദിവസവും എൻട്രി കിട്ടും എന്നുള്ളതാണ്. ഞാൻ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ ഇടയിൽ ഞാൻ പറഞ്ഞാണ്. എല്ലാ ദിവസവും എൻട്രീസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ എല്ലാ ദിവസവും കിട്ടും, ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, കിട്ടാറുള്ളൂ. ദെൻ പിന്നെ വന്നിട്ട് ക്വസ്റ്റ്യൻ വെച്ചാൽ, നമുക്ക് എപ്പോഴും ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് കൺഫർമേഷൻ എൻട്രി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. സോ മാൻഡേറ്ററി ഒന്നുമല്ല ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് കൺഫർമേഷൻ എൻട്രി കിട്ടുമെന്നുള്ള. ചില സമയത്ത് അത് കൺഫർമേഷൻ ഇല്ലാതെ, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സപ്പോസ് ഒരു ഹയർ ടൈം ഫ്രെയിം PO ഉണ്ടെന്ന് വെച്ചോ, മാർക്കറ്റിന്റെ ഓവറോൾ ഡയറക്ഷൻ ബിയറിഷ് ആണ് നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് ഒറ്റ പോക്കായിരിക്കും പോകും. പിന്നെ ചിലപ്പോൾ എന്തിനു വരണമെന്നില്ല, തിരിച്ച് കൺഫർമേഷൻ, ഒരു ഡിസ്ട്രിബ്യൂഷനിലെ കൺഫർമേഷൻ എൻട്രിയിലെ എക്സ്പാൻഷനോ കിട്ടാനുള്ള ചാൻസ് എന്താണ്, കുറവാണ്. ഈ ഒരു എൻട്രി മോഡൽസ് നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ ഫ്രൈഡേ അല്ല, ഫ്രൈഡേ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. നമുക്ക് തേഴ്സ്ഡേ ആണെങ്കിലും കഴിഞ്ഞ വീക്ക് ആണെങ്കിലും ഇതിന് രീതിയിലുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാർക്കറ്റിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നീട് വന്നൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ,
പെർ ട്രേഡ് റിസ്ക് ചെയ്യണം എന്നുള്ളത്. റിസ്ക് പെർ ട്രേഡ് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാൻ ചെയ്ത് പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും പ്രൊപ്പറേറ്റീവ് ഫേംസ് അത് ഫോളോ ചെയ്യുന്ന റിസ്ക് റിവാർഡും റിസ്ക് മാനേജ്മെന്റ് അതുപോലെ തന്നെ പേഴ്സണൽ ക്യാപിറ്റൽ ചെയ്യുന്നതാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാപിറ്റൽ ഹാൻഡിൽ ഇതിനകത്തെല്ലാം ഓരോന്നും ഡിഫറെന്റ് മാച്ചറിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് പെർ ട്രേഡ് റിസ്ക് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾക്ക് 0.5 to 1% ഒക്കെ റിസ്ക് ചെയ്യാം, ഇറ്റ്സ് അപ് ടു യു. പക്ഷെ നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക് ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും സൊല്യൂഷൻ മീൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. ഈ ഓഫ്കോഴ്സ് ഉണ്ട്. ഞാൻ മുമ്പ് എന്റെ ഏഷ്യന്റെ ബേസിലെ സ്ട്രാറ്റജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യാം, ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുക. ഇൻഡിക്കേറ്റേഴ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്നിക്കൽസിനകത്ത് വന്നിട്ട് ഇവിടെ FXN, ഓക്കെ, FXN ടൈപ്പ് FXN ഏഷ്യൻ റേഞ്ച് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. ഈ റോ മിൻറ്റിയുടെ ഇൻഡിക്കേറ്റർ അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്ലോട്ട് ചെയ്താൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കാണാവുന്നതാണ്, ചാർട്ടിനകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഞാനിപ്പോൾ 15 മിനിറ്റ്സിലേക്ക് മാറ്റി കാണിച്ചുതരാം. ഈ ബ്ലൂ, ഗ്രീൻ, ഹാഷ് ഈ 3 കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ വേറെയും ഇതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങളുടെ കോൺഫിഗറേഷൻ ഏകദേശം ഈ ലെവലിലേക്കൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ബോക്സസ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനെ കുറച്ചുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആക്കാൻ വേണ്ടി നോക്കുക. ഇതിന്റെ ഡീറ്റെയിൽ എഫക്ട്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പത്തെ ഒരു ഏഷ്യയുടെ ഒരു വീഡിയോനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ റെഫറൻസിന് വേണ്ടി എന്ത് ചെയ്യാം, ആ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. കുറച്ചുകൂടി നിങ്ങൾ അതിനെ സിമ്പിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ നോർമലി ഡിഫോൾട്ട് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനകത്ത് ഒരുപാട് അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വേണം ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏഷ്യനും ലണ്ടനും നിങ്ങൾക്ക് ന്യൂയോർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ടൈം അധികം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഹിസ്റ്ററി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെയർ യൂറോ USD ആണ്. നിങ്ങൾക്ക് എല്ലാ പെയറിലും എന്ത് ചെയ്യാവുന്നതാണ്, ബാക്ക് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാവുന്നതാണ്, പ്ലേ ചെയ്യാവുന്നതാണ്. മെയിൻലി നമ്മൾ പവർ ഓഫ് 3 ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നത് യൂറോ USDയിലും ഓഡിലും NSDയിലും ഗോൾഡിലുമാണ്. അതുപോലെ GBPയിലും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിളിന് വേണ്ടി എടുത്തിരിക്കുന്നത് യൂറോ USDയിൽ M50 ചാർട്ട്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോറക്സിനകത്ത് നമ്മൾ സെഷൻസ് ബേസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 50 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. പിന്നെ വലിയ POI ആണെങ്കിൽ അതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, M5 പോയിട്ട് റിഫൈൻഡ് POI സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് യൂറോ USDയുടെ 11th മാർച്ചിലെ ചാർട്ടാണ്. സോ ഇവിടെ നോക്ക്, ഈ ഒരു ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഏരിയ, ഈ കാണുന്ന ഏരിയ ഇതാണ് നമ്മുടെ ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത്. സോ ഏഷ്യ നിലവിലെ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സം കൈൻഡ് ഓഫ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെ, ഒരു റേഞ്ചിങ്ങിലാണ് ഏഷ്യ എന്ത് ചെയ്യുന്നത്, ഇവിടെ മൂവ് ചെയ്യുന്നത്. ഒരു പ്രത്യേകിച്ച് ട്രെൻഡോ കാര്യങ്ങളോ ഇല്ല, ഒരു ഒരു ഡയറക്ഷൻ ഇല്ലാത്ത മൂവ് ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ എക്സാമ്പിൾ പോലെ ഏഷ്യ ഇപ്പോൾ മാർക്കറ്റ് എന്താണ്, അക്യുമുലേറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് എന്ത് വേണം, പ്രൈസ് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ഏഷ്യയുടെ ഹൈ സ്വീപ്പിന് ശേഷം എന്ത് ചെയ്യണം, താഴോട്ട് വരണം. അതല്ലെങ്കിൽ ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്യുക, മുകളിലോട്ട് പോകുക. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് നമ്മൾ നോക്കുന്നത്. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവം. ഏഷ്യന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ സെഷൻ എൻഡ് ആവാൻ വേണ്ടി എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യും. സോ ശരി, നമുക്ക് എൻഡതിന് ശേഷം സംഭവിച്ചത് നോക്കാം. ഏഷ്യൻ ലൈൻ ചാർട്ട് ലൈൻ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റിൽ പ്രൈസ് ഏഷ്യ എൻഡ് ആയതിന് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു, പ്രൈസ് എന്ത് ചെയ്തു, ഏഷ്യന്റെ ലോ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടി, പ്രൈസ് ഒരു മാനിപ്പുലേഷൻ അല്ലേ. സോ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തു, എന്ത് സ്ട്രോങ് ആയിട്ട് എന്ത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പ്രൈസ് എന്ത് സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു. ഇത് ഈ സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് ചില പ്രൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഏഷ്യ മീൻസ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ സമയത്ത് തിരിച്ച് ഈ സെഷനകത്തേക്ക് തിരിച്ച് കയറുന്നത് മാൻഡേറ്ററി അല്ല. ഓക്കെ, പക്ഷെ തിരിച്ച് സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് അല്ല, തിരിച്ച് പ്രൈസ് തിരിച്ച് ആ സെഷനകത്തേക്ക് തന്നെ കയറുന്നത് ഒരു എക്സ്ട്രാ എവിഡൻസ് ആണ്. ചില പ്രൈസ് എന്ത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ബുള്ളിഷിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല, തിരിച്ച് പ്രൈസ് റിവേഴ്സ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സം ടൈംസ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, പ്രൈസ് എന്ത് ചെയ്യില്ല, അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യും. മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെഷന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അക്യുമുലേഷന്റെ ആ ഫേസിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, നമുക്ക് മാനിപ്പുലേഷനും ഒരു എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ തിരിച്ച് സെഷന്റെ അകത്തേക്ക് കയറുന്നത് മാൻഡേറ്ററി അല്ല, ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഇല്ല. എക്സ്പെഷ്യലി നിങ്ങൾ
സെക്ഷൻ ഒരു കോൺഫ്ലുവൻസ് അല്ലാതെ ട്രേഡ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് തീർച്ചയായും സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റിൽ വരുമ്പോൾ എന്താണ് നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ എവിഡൻസ് കൂടെയാണ് പ്രൈസ് ഈ ഒരു AMDക്കുള്ള പോസിബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, മൈൻഡിൽ വെക്കുക. കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് തിരിച്ച് സെഷനകത്ത് ഈ സെഷന്റെ ബേസിക് ട്രേഡിംഗ് സെഷനകത്തേക്ക് ഇങ്ങനെ കയറണം എന്നുള്ളത്. അത് മാൻഡേറ്ററി അല്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മാൻഡേറ്ററി അല്ല. ശരി, പ്രൈസ് എന്ത് ചെയ്തു, അക്യുമുലേറ്റ് ചെയ്തു, ദെൻ പ്രൈസ് എന്ത് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, പ്രൈസ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു അല്ലെ. സോ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രൈസ് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഓഫ് ചെറു പ്രൈസ് തന്നിട്ടുണ്ട് അല്ലേ. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ. സോ നമുക്ക് പ്രൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്റെ PO ഇവിടെ ഏതാ വരുന്നത്, ഇതാണല്ലോ എന്റെ PO വരുന്നത്. ഈ കാണുന്നതാണ് എന്റെ സോൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സോൺ വലിയ സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ റിഫൈൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ കാണുന്ന സോൺ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിമാൻഡ് ആണ്. സംടൈംസ് നമുക്ക് ഡിമാൻഡ് സോണിലേക്ക് ഒന്നും പ്രൈസിൽ ചിലപ്പോൾ ബ്രേക്കറിലാവാം, ചില പ്രൈസ് ഇവിടെ വരാം, ക്യൂബിലേക്ക് വരാം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ ബ്രേക്കർ കൺസിഡർ ചെയ്യുന്ന ബ്രേക്കർ ഒരു വലിയൊരു ഏരിയ ആണ് വരുന്നത് അല്ലെ. നമുക്കൊരു പ്രൈസ് ഒരു വലിയൊരു ട്രേഡിംഗ് റേഞ്ച്, ചില എൻട്രി വലിയൊരു ഏരിയ വരുന്നുണ്ട്, അറൗണ്ട് ഒരു 6.7 ഫിപ്സിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചുള്ള നമുക്ക് റിവാർഡ് ഉണ്ട് അതിനകത്ത്. 1:2 എങ്കിലും വേണ്ടേ, നമ്മൾ ടാർജറ്റ് വെക്കുന്ന ഏഷ്യയുടെ ഹൈ ആണ്. 1:1ന്റെ അടുത്ത് 1:1ന്റെ അടുത്ത് പോലും നമുക്ക് എന്ത് വെക്കാൻ പറ്റുന്നില്ല, ടാർജറ്റ് വെക്കാൻ. അപ്പൊ നമുക്ക് ബ്രേക്കർ അങ്ങനെ എടുക്കുന്നത് നല്ലതല്ല. മീൻസ് നല്ലതല്ല ഇൻ ദ സെൻസ് നമുക്ക് ഒരു പ്രോപ്പർ റിവാർഡ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ബ്രേക്കർ ചൂസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 മിനിറ്റിൽ പോയതിനു ശേഷം ഒരു എക്സ്ട്രാ കൺഫർമേഷൻ, ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണലി അത് പ്രിഫർ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നത്. പോയും AMD ഫോറസ്ട്രി ഫോളോ ചെയ്യുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി എന്താക്കാം, നേരെ 5 മിനിറ്റിലേക്ക് പോകും. 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഇതിനെ റിഫൈൻ ചെയ്യാൻ വേറെ ഏരിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഫ്ലിപ്പ് സോൺ ഉണ്ട്, എന്നിരുന്നാലും അത് കുറച്ച് മുകളിലാണ്, നമ്മൾ റിഫൈൻ ചെയ്ത കാര്യമില്ല. പിന്നെയുള്ള നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പക്ഷെ ഓർഡർ ബ്ലോക്ക് ഓൾറെഡി എന്താണ്, മിറ്റിഗേറ്റഡ് ആണ്. പിന്നെ നമുക്കിവിടെ QML ലൈൻസ്, ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് എന്തെടുക്കാം, ഓർഡർ ബ്ലോക്ക് പ്ലസ് നമുക്ക് QML ലൈനും കൂടി എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ട് എടുക്കാം. സോ എൻട്രി ഇവിടെ വെക്കാം, എൻട്രീസ് ഹിയർ, SL ബിലോ ദ ലോ. കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എപ്പോഴും SL വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ട്രേഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. സംടൈംസ് പ്രൈസ് തിരിച്ച് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ വന്നിട്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് SL അടിക്കാനുള്ള പോസിബിലിറ്റി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ദെൻ ടാർജറ്റ് എവിടെയായിരിക്കും, ഏഷ്യയുടെ ഹൈ ആണ് നമ്മൾ അറൗണ്ട് ഒരു 1:3.18 എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് RR. എക്സ്പെഷ്യലി നിങ്ങളിപ്പോൾ പ്രോപ്പർട്ടി ഫേംസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഒരു വലിയ റിസ്ക് റിവാർഡ് തന്നെയാണ് നമുക്കിവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാട്ടി ശേഷം നമുക്ക് എന്താ പ്രൈസ് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് തിരിച്ചിവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രോക്കറിനകത്ത് FX ചെയ്യുമ്പോൾ നമ്മുടെ ബ്രോക്കറിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് FX MT4 ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിച്ചു നോക്കാൻ വേണ്ടി. നിങ്ങൾ നോക്ക്, പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ കൺഫർമേഷൻ എൻട്രി ആണ്. ഏഷ്യയുടെ ബേസിലുള്ള മീൻസ് ഫോറസ്റ്റിയുടെ ബേസിലുള്ള കൺഫർമേഷൻ എൻട്രി ആണ്. പ്രൈസ് POയിൽ വന്ന് ടാപ്പ് ചെയ്തു, നമ്മൾ റിഫൈൻ ചെയ്ത POയിൽ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, നമ്മുടെ കൺഫർമേഷൻ എൻട്രി ആണ്. നമ്മൾ രണ്ട് തരത്തിലുള്ള എൻട്രി പഠിച്ചിട്ടുണ്ട്, റിസ്ക് എൻട്രിയും പഠിച്ചിട്ടുണ്ട്, കൺഫർമേഷൻ. ഇവിടെ എന്ത് കിട്ടി, നമുക്ക് കൺഫർമേഷൻ എൻട്രി. സോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തായാലും പ്രൈസ് ഏഷ്യയുടെ ഹൈ അല്ലെങ്കിൽ തിരിച്ചു മുന്നോട്ട് പോയിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല റിസ്ക് വേണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി, ദെൻ വെയിറ്റ് ചെയ്യാം. ദെൻ പ്രൈസ് സ്ട്രോങ് റിയാക്ഷൻ തന്നു. ഫൈനലി എന്ത് ഹിറ്റ് ചെയ്തു, എന്റെ TP ഹിറ്റ് ചെയ്തു അല്ലെ. നമ്മൾ ടാർജറ്റ് വെച്ച് എവിടെയാണ്, ഏഷ്യയുടെ ഹൈ ആണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ തന്നെ പറഞ്ഞു, സെഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലണ്ടന്റെ ഹൈ എന്ത് ചെയ്യാം, ടാർജറ്റ് വെക്കാം. പക്ഷെ 3.4 റിസ്ക് റിവാർഡ് ഉണ്ട്. 1:3 ഇറ്റ്സ് ഹാൻഡ്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് RR. സോ ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ ആ ദിവസം ടാർജറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുഴപ്പമില്ല, റിസ്ക് റിവാർഡ് 1:3 ടാർജറ്റ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്കൊരു ഈ ഒരു എൻട്രി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ വേറെ ഒരു 3-4 എക്സാമ്പിൾസ് കൂടി ഞാൻ എന്ത് തരാം, കാണിച്ച് തരാം. സെക്കൻഡ് എക്സാമ്പിൾ ആണ്, സെയിം മാർച്ചിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്ക്, ഏഷ്യ നമുക്ക് എന്താണ്, റേഞ്ച് ആണല്ലേ, പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യണം അല്ലെ. സെഷന്റെ ബേസിൽ നമുക്ക് ഏഷ്യ അക്യുമുലേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, പ്രൈസിന് മാനിപ്പുലേഷൻ വേണം, ഡിസ്ട്രിബ്യൂഷൻ ഓർ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. ദെൻ ഏഷ്യ എന്തായി, ഫൈനലി ഏഷ്യ എന്തായതിനു ശേഷം നമുക്കിവിടെ എന്ത് കിട്ടി, ഏഷ്യന്റെ ലോ പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. റൈറ്റ്, ഏഷ്യന്റെ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പൊ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൈസ് മാനിപ്പുലേഷൻ. റൈറ്റ്, പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ബ്രേക്ക് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം നമുക്ക് ഇനി എന്ത് വേണം? ഒരു ബ്രേക്ക് ആ സ്ട്രക്ചർ വേണം. ഓക്കെ, ശരി, വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ യാ അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? നെക്സ്റ്റ് ടൈം അഗെയിൻ പ്രൈസ് ലോ സ്വീപ്പ് ചെയ്തു. മാനിപ്പുലേഷൻ ഇപ്പോൾ എന്തായിട്ടില്ല, ലോ സ്വീപ്പ് ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ബ്രേക്ക് ആ സ്ട്രക്ചർ ഇല്ല. ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ബ്രേക്ക് ആ സ്ട്രക്ചർ. ശരിയല്ലേ? സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ. പ്രൈസിന് എന്തിനു വേണ്ടി പോവാണ്? ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പോവാണ്. ശരി, നമുക്കിവിടെ POE എന്തുണ്ട്? ഓർഡർ ബ്ലോക്ക് അനുസരിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ കാണുന്നില്ല. ഓർഡർ ബ്ലോക്ക് പ്ലസ് ബ്രേക്ക് ബ്ലോക്ക് എല്ലാം നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി, നമ്മുടെ എൻട്രി എവിടെ ആയിരിക്കും? ഓർഡർ ബ്ലോക്കിലായിരിക്കും എൻട്രി. SL ബിലോതിലോ. ഓക്കെ, സേഫ് സൈഡ് പോയി ഇവിടെ ആയിരിക്കും. ആദ്യത്തെ എവിടെ ആയിരിക്കും? ഏഷ്യയുടെ ഹൈ. ഓക്കെ, അറൗണ്ട് ഒരു 1:2.24 റിസ്ക് റിവാർഡ് ഉണ്ട്. 2.24 റിസ്ക് റിവാർഡ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, റിസ്ക് റിവാർഡ് തന്നെയാണ്. വെയിറ്റ് ചെയ്യാൻ എന്താ സംഭവിച്ചെന്നുള്ളത്. ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു? എന്റെ POയിൽ ടാപ്പ് ചെയ്തു, റിയാക്ട് ചെയ്തു. പക്ഷെ നമുക്ക് ആദ്യത്തെ എത്തിയിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ പ്രൈസ് എവിടേക്കോ നിങ്ങൾ കാര്യം ചെയ്യുക, പവർ ഓഫ് 3ന്റെ ബേസ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ TPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഇവൻ തിരിച്ചൊരു പ്രൈസ് ഗോൾഡിലാണെന്ന് തോന്നുന്നു. ഗോൾഡിൽ തന്നെ ബ്രേക്കിന്റെ ടാപ്പ് ഒരു പ്രൈസ് ക്ലീൻ ആയിട്ട് മുമ്പോട്ട് പോയി. കഴിഞ്ഞ ദിവസത്തെ ആ ഗോൾഡിന്റെ ബുള്ളിഷ് മൂവ്മെന്റത്തിന്റെ ആ ഒരു ഏരിയയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യരുത്. നിങ്ങൾ അത്രയും ഒരു എമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ മാത്രം ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൺ പാർഷ്യൽസ് ബുക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം. പേഴ്സണലി ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ 1:2 എത്തുന്ന സമയത്ത് പാർഷ്യൽസ് എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രേഡിനാണ് നമുക്കൊരു നിയറസ്റ്റ് 1:2 ഇല്ല. ഓക്കെ, എനിവേസ് നമ്മൾ വെയിറ്റ് ചെയ്യണം. സ്റ്റിൽ പ്രൈസ് അവിടെ കിടന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി എന്ത് ഹിറ്റ് ചെയ്തു? നമുക്ക് SL ഹിറ്റ് ചെയ്തു. ഐ തിങ്ക് സെയിം ഡേ നമുക്ക് എന്തും ഉണ്ടായിരുന്നു? EUല് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ന്യൂസ് ഇപ്പൊ മിക്ക സമയത്ത് ന്യൂസിന്റെ സമയത്തായിരിക്കും മാർക്കറ്റ് ഇതുപോലെ കിടന്നിട്ട് കൺസോൾഡേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂസിന് മുമ്പ് എക്സിറ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ POയിൽ വന്ന് ടാപ്പ് ചെയ്ത പ്രൈസ് പിന്നെ ഒരു ഡയറക്ഷൻ തന്നില്ല, അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലസ് ന്യൂസ് കൊണ്ട് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഹൈയും ലോയും സ്വീപ്പുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ട്രേഡ് എക്സിറ്റ് ചെയ്യുക. സോ ഈ ഒരു ട്രേഡിനകത്ത് നമുക്ക് നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു പിക്ചർ എടുക്കാം. നിലവിൽ നമ്മൾ എത്ര ട്രേഡ് എടുത്തു? ഫസ്റ്റ് ട്രേഡ് അല്ലേ? ഫസ്റ്റ് ട്രേഡ് നമുക്ക് TP ആയിരുന്നു. ഇറ്റ്സ് ഒരു 3% അപ്പ് ആണ്. സെക്കൻഡ് ട്രേഡ് നമുക്ക് എന്താ അവസ്ഥ? -1. ഓക്കെ, 1% നമുക്ക് എന്താണ്? ഡൗൺ ആണ്. ഓക്കെ, നമുക്ക് ഇതിനൊരു ഓവറോൾ ഈ ഒരു മന്തിലെയും കഴിഞ്ഞ മന്തിലെയും ടോട്ടൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കും. നമ്മൾ ടോട്ടൽ ഒരു സക്സസ് റേഷ്യോ അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര ഒരു പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രൈസ്. ഓക്കെ, ഈ ട്രേഡ് നമുക്ക് എന്താണ്? SL ആണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ന്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കൂടെ കാണാൻ ഈ എന്തിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസിന്റെ 2 ന്യൂസ് എന്തായിരുന്നു? ECB പ്രസ് കോൺഫറൻസും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂസിന് മുമ്പ് എക്സിറ്റ് ചെയ്യുക. എനിവേസ് നമ്മളിവിടെ ജസ്റ്റ് ഇതിന്റെ ഒരു ഓവറോൾ നോക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. 3+ നമ്മളൊരു റൗണ്ട് ഫിഗർ ആയിട്ട് 3 എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ട്രേഡ് നമുക്ക് എന്ത് അടിച്ചു? SL അടിച്ചു. നമുക്ക് വേറെ 1-2 എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഇവിടെ സെയിം ഏഷ്യ എന്താണ്? റേഞ്ചിങ്. പ്രത്യേകിച്ച് ട്രെൻഡോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏഷ്യ റേഞ്ചിങ് ആണ്. ശരി, നമുക്കിനി മാനിപ്പുലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? മാനിപ്പുലേഷൻ തന്നു. ഓക്കെ, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ ഒരു ഏഷ്യന്റെ ലോ സ്വീപ്പ് ചെയ്തു. ദെൻ പ്രൈസ് എന്ത് ചെയ്തു? തിരിച്ച് സെഷനകത്തേക്ക് തന്നെ കയറി സ്ട്രോങ് ആയിട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് പ്രൈസ് ആണ്. പക്ഷെ എന്ത് തന്നിട്ടില്ല? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടില്ല. നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം ഡയറക്ഷൻ കൺഫേം ചെയ്യാൻ. ഓക്കെ, അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ലോ സ്വീപ്പ് ചെയ്തു. ദെൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടില്ല. പോയി നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു വിക്ക് ബ്രേക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ പ്രോപ്പർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യാം. നമുക്ക് ബോഡി ക്ലോഷർ വേണം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ വിക്ക് ബ്രേക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് വേണം എന്ത് ചെയ്യാം?
PO ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി എടുക്കാം. പക്ഷെ പേഴ്സണലി വിക്ടറിക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, എനിക്ക് ബോഡി ക്ലോഷർ വേണം. ദെൻ പ്രൈസ് റിയാക്ട് ചെയ്തു ഓൾട്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രീസ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് എന്തായി. നമുക്ക് വേണമെങ്കിൽ പ്രൈസ് തിരിച്ച് നമുക്ക് ലണ്ടനിലെ സമയം തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യാം, വെച്ചൊരു എൻട്രിക്ക്. പക്ഷെ ഓൾറെഡി നമ്മുടെ എൻട്രി ഇവിടെ എന്തായിരുന്നു, എന്തായി. നമുക്കൊരു എക്സ്പാൻഷന്റെ എൻട്രി മോഡൽ ഇവിടെ നോക്കാൻ കഴിയുള്ളൂ. എക്സ്പാൻഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള കോൺഫ്ലുവൻസും കാര്യങ്ങളും സെയിം ടൈം ന്യൂയോർക്കിന്റെ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് USD ബേസ്ഡ് ഒരു ന്യൂസും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിക്ക സമയത്ത് നമുക്കൊരു മാനിപ്പുലേഷൻസിൽ ഹൈയും ലോയും ട്രേക്ക് നമുക്ക് സ്വീപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ന്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ നമ്മൾ മുമ്പത്തെ ഒരു ട്രേഡിംഗ് ഇതിനകത്ത് കണ്ടില്ലേ, നമുക്ക് ന്യൂസിന്റെ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു സ്വീപ്പ് മീൻസ് നമുക്ക് ആരും നമ്മുടെ SL കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സപ്പോസ് നമ്മളിവിടെ എൻട്രി നോക്കാന്ന് വെച്ചോ. ഓക്കെ, എൻട്രി ഇവിടെ POI. ഓക്കെ, ഒരു എൻട്രി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. ഓക്കെ, വലിയ സോണാണ്, നമുക്ക് മിഡ് ലൈനിൽ വെക്കാം. 5 മിനിറ്റിലെ ബേസ് ഏകദേശം ഇവിടെ ഒക്കെ വരും. ടാർജറ്റ് നമുക്ക് ഇവിടെ വെക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ന്യൂസ് ഉണ്ട്. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം. POയിൽ ടാപ്പ് ചെയ്തു. യാ, ന്യൂസിന്റെ റിയാക്ഷൻ. സോ ന്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെയിം ഏഷ്യ സിമിലർ ലൈക്ക് ഒരു റേഞ്ച് ആണ്. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നമുക്ക് ഇനി ഒരു മാനിപ്പുലേഷൻ വേണം. യെസ്, പ്രൈസ് ഇപ്പൊ എന്തുകൊണ്ടിരിക്കുകയാണ്, മാനിപ്പുലേഷൻ അല്ലേ. മാനിപ്പുലേഷൻ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയി. ഓക്കെ, മാനിപ്പുലേഷൻ. നമുക്ക് ഏഷ്യയുടെ ഹൈ എന്ത് ചെയ്തു, പ്രൈസ് സ്വീപ്പ് ചെയ്തു. നമ്മളിവിടെ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്, ഷോർട്ട് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നത്. അഗെയിൻ പ്രൈസ് ഹൈ സ്വീപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ വേണം. സ്റ്റിൽ ഇല്ല. യാ, ഫൈൻ, ശരി. സോ നമുക്ക് പ്രൈസ് അക്യുമുലേറ്റ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു. തിരിച്ച് പ്രൈസ് എന്ത് ചെയ്തു, സെഷന്റെ അകത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ച് സെഷനകത്തേക്ക് തന്നെ പ്രൈസ് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് തിരിച്ചു കയറി അല്ലെ. സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. നമുക്ക് ഇവിടെ എന്തുണ്ട്, POI ഉണ്ട്. റൈറ്റ്, സപ്ലൈ സോൺ ഉണ്ട്. ഓക്കെ, ദെൻ വലിയ POI ആണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, 5 മിനിറ്റിലേക്ക് റീഫൈൻ ചെയ്യാം. ഓക്കെ, 5 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയാണ് POI വരുന്നത്. ഓക്കെ, POI ഇവിടെയാണ് വരുന്നത്. സോ എൻട്രി എവിടെ ആയിരിക്കും, എൻട്രി ഹിയർ. SL കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കാം. ടാർജറ്റ് സെഷൻ എവിടെ, ഈ സെഷൻ ഇപ്പൊ എവിടെയാണ് ഉണ്ടാവുന്നത്, നമുക്ക് ടാർജറ്റ് വെക്കാം. എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഓൾമോസ്റ്റ് 6.93 1:5 ഒരു ഗ്രേറ്റ് RR ആണ്. 1:5 ഒക്കെ വെച്ചാൽ നിങ്ങൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയി. ഞാൻ തൽക്കാലം ഇവിടെ ഈ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ടാർജറ്റ് വെക്കുന്നുണ്ട്. റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 1:6. ഓക്കെ, അഗെയിൻ പ്രൈസ് POന്റെ മുകളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി. ഓക്കെ, യാ, ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു, POയിൽ ടാപ്പ് ചെയ്തു. ഇവിടെയും പ്രൈസ് തന്നെയാണ് ചെയ്യുന്നത്. നോക്ക്, അക്യുമുലേഷൻ അല്ലെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിം. ഇത് മിക്ക സമയത്തും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ശരി, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. യാ, ഫൈനലി നമുക്ക് എന്ത് കിട്ടി, പ്രൈസ് ഇന്റേണൽ പ്രൈസ് എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. നമ്മൾ അറൗണ്ട് 1:6 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഡബിൾ ബോട്ടം ഉണ്ട്. പ്രൈസ് ആക്ച്വലി ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ട്രെൻഡ് ലൈൻ, ഡബിൾ ബോട്ടം എല്ലാം പ്രൈസ് ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്തു. നമ്മൾ ടാർജറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് പ്രൈസ് ചെയ്തു. സോ ഇതിനകത്ത് നമുക്ക് അറൗണ്ട് ഒരു 1:6 RR കിട്ടിയിട്ടുണ്ട്. സോ തേർഡ് ട്രേഡ് എന്താ സംഭവിച്ചത്, നമുക്ക് TP ആണ് നമുക്ക് കിട്ടിയത്. സോ അറൗണ്ട് 6% നമുക്ക് എന്താണ്, 6 RR നമുക്ക് അപ്പാണ്. ഓക്കെ, ഈ ട്രേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നാലാമതായിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്
സെയിം യൂറോവേസ്റ്റ് തന്നെയാണ്. 15th മാർച്ച് ഫസ്റ്റിലെയാണ് ഒരു എക്സാം എടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ഈ ഒരു സെയിം ഡേയിലെ സെറ്റപ്പ് ഓൾറെഡി ഞാൻ ഡിസ്കോഡിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു കാണുന്ന റീസണിൽ. ഒന്ന് ബേസ്ഡ് ഓൺ ഏഷ്യയുടെ ബേസിലും ഒന്ന് നമുക്ക് എ എം ഡി പവർ ഓഫ് സ്റ്റഡിയുടെ ബേസിലും. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫോർത്ത് എക്സാമ്പിൾ. ഇതിന്റെ റിസൾട്ട് നമുക്ക് അതിനെ നോക്കാം. കറന്റ് നോക്കുന്ന സമയത്ത് ഏഷ്യ സംതിങ് ലൈക്ക് ഒരു സൈഡ് വൈസ് മാർക്കറ്റിലാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്. ഇവിടെ പോകുന്നത് പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ ട്രെൻഡോ കാര്യങ്ങളൊന്നും പ്രൈസ് എന്ത് ചെയ്യില്ല, ഏഷ്യ ക്രിയേറ്റ് ചെയ്തില്ല. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഏഷ്യന്റെ ഹൈ then ഏഷ്യന്റെ ലോ. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും? ഒരു മാനിപ്പുലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതിന് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. എനിവേസ് നമുക്ക് നോക്കാം പ്രൈസിന്റെ റിയാക്ഷൻ എങ്ങനെയാന്നുള്ളത്. യാ സ്റ്റിൽ ഏഷ്യ എന്തായി നമ്മൾ വെയിറ്റ് ചെയ്യണം മാനിപ്പുലേഷന് വേണ്ടി. ആൻഡ് യാ ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു ഇവിടെ? ഏഷ്യന്റെ ലോ സ്വീപ്പ് ചെയ്തു. സെയിം ടൈം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? പ്രൈസ് ഒരു മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ മാനിപ്പുലേഷൻ കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം? പ്രൈസ് തിരിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ വേണം. ആ ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വെയിറ്റ് ചെയ്യണം. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിച്ചു നോക്കാൻ വേണ്ടി. ആൻഡ് കറന്റ് സ്റ്റിൽ പ്രൈസ് എന്താണ് എന്ത് ചെയ്തു? ഒരു മാനിപ്പുലേഷന് ശേഷം പ്രൈസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ കിട്ടി. സോ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു ഓർ മാനിപ്പുലേഷൻ നമുക്ക് ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അല്ലെ, പ്രൈസ് മാനിപ്പുലേഷൻ വന്നു. നമുക്ക് അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? തിരിച്ച് ഡിസ്പ്ലേസ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ എങ്ങോട്ട് പോയി? മുകളിലോട്ട് പോയി. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മുടെ POI അല്ലെ. POI നമുക്ക് ബ്രേക്ക് ബ്ലോക്ക് ഉണ്ട്, ക്യാമൽ ലൈൻ ഉണ്ട്, എല്ലാം. പക്ഷെ ഒത്തിരി ദൂരെയാണ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടോ കാര്യങ്ങളൊന്നും എയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കറന്റ് എന്താണ് ഇംബാലൻസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എന്ത് കൺസിഡർ ചെയ്തു? ഡിമാൻഡ് സോണ് ഞാൻ കൺസിഡർ ചെയ്തു. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം ഇതിനെ? ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ റിസ്ക് റിവാർഡ് നോക്കുന്ന സമയത്ത് എൻട്രി ഹിയർ ബിലോ ദ വിക് ആൻഡ് എപ്പോഴും പറയുന്നതാണ് ഒരു ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കും. സോ ബ്രീത്തിങ് സ്പേസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള SL വെക്കരുത്. പക്ഷെ ഒരു ബ്രീത്തിങ് സ്പേസ് പ്രൈസ് മേ ബി ലോ സ്വീപ്പ് ചെയ്ത് മുകളിൽ പോകാനുള്ള ചാൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ ടാർഗറ്റ് എവിടെ വെക്കാം? സെഷൻ ഹൈ, എന്തിനാണ് അതിന്റെ ഹൈ വെക്കാം. സോ ഇത് ഇങ്ങനെ നമുക്ക് എന്ത് എടുക്കാം. ഇനി അതല്ല, നിങ്ങൾ കുറച്ചുകൂടെ വലിയ റിസ്ക് റിവാർഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 5 മിനിറ്റിലേക്ക് നേരെ സ്വിച്ച് ചെയ്യുക. 5 മിനിറ്റിലേക്ക് എന്ത് ചെയ്യുക? POI പോയി ഫൈൻ ചെയ്യാം. സോ 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഏകദേശം ഇവിടെയാണ് 5 മിനിറ്റിന്റെ POI വരുന്നത്. ആൻഡ് ഈ POI വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് നമ്മൾ ബ്രേക്ക് ബ്ലോക്ക് വരുന്നത്. ഓൾമോസ്റ്റ് സെയിം ഇവിടെ തന്നെയാണ് നമ്മൾ QML ലൈന് വരുന്നത്. അപ്പം നമ്മൾ എൻട്രി എവിടെ ആയിരിക്കും? എൻട്രി ഹിയർ ബിലോ ദ ലോ. ടാസ്ക് നമുക്ക് ഇപ്പൊ ലണ്ടൻ റണ്ണിങ് ആയതുകൊണ്ട് ലണ്ടൻ ഹൈ നമുക്ക് എന്ത് ചെയ്യാം? ടാസ്ക് വെക്കാം. ഇതാണ് നമ്മുടെ കറന്റ് ട്രേഡിംഗ് പ്ലാൻ. സോ ഞാൻ ബാക്ക് ടു എയിലേക്ക് സ്വിച്ച് ചെയ്തു. 15 മിനിറ്റിലേക്ക് ചാർട്ട് സ്വിച്ച് ചെയ്തു. ശരി, നോക്കിയതിന് ശേഷം എന്താ സംഭവിച്ചെന്നുള്ളത്. പ്രൈസ് തിരിച്ചു എങ്ങോട്ട് വന്നു? താഴോട്ട് വന്നു. ലണ്ടൻ ഓൾമോസ്റ്റ് ഡൺ ആയി. നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്തു. 1830 ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തു? ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്യാൻ സ്റ്റിൽ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫൈനലി പ്രൈസ് അവിടെ ടാപ്പ് ചെയ്തു. എന്റെ POയിൽ ടാപ്പ് ചെയ്തു. കാണാൻ പറ്റുന്നില്ലേ? എന്റെ POയിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. ടാർഗറ്റ് എവിടെ വെക്കാം? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലെ. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിംഗ് ഹൈ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് വെക്കാം. ഇനിവേസ് എന്നുള്ള ഭാഗമായി കഴിഞ്ഞ് പ്രൈസ് ഒരു ഹ്യൂജ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്താണ്. സെയിം ഡേ നമുക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബേസ്ഡ് ഓൺ ഏഷ്യന്റെ ബേസിൽ ഒരു എൻട്രി നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു? സോ ഈ എൻട്രി ഉണ്ടായിരുന്നു, ഈ എൻട്രി ഉണ്ട്. ബോത്ത് എൻട്രീസ് നമ്മൾ ഓൾറെഡി ഡിസ്കോഡിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ എനിവേസ് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം? ഈ ഒറ്റ കാലണ്ടർ എക്സ്പെക്ട് ചെയ്യാൻ വെച്ചാൽ 1:4 എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം ബൈ സൈഡ് ലിക്വിഡിറ്റി ടാസ്ക് വെക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാസ്ക് വെക്കാം. ശരി, എന്ത് സംഭവിച്ചു നോക്കട്ടെ. എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ടാസ്ക് അച്ചീവ് ആയി. ഇതിന് ഏകദേശം നമുക്കൊരു റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 1:4.5 ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇതിനകത്ത് ടാസ്ക് കിട്ടി അല്ലേ? 4.5 കുഴപ്പമില്ലാത്ത റിസ്ക് റിവാർഡാണല്ലോ കിട്ടിയത്. ശരി, ഇത്രയുള്ള നമ്മുടെ നാലാമത്തെ എക്സാം. നമുക്ക് ഒരു 3-4 എക്സാമ്പിൾസ് കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് നമുക്ക് തൊട്ട് മുമ്പത്തെ ദിവസം പോയി നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് എന്താണ്? ഏഷ്യ അത്രയും ഭാഗം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഏഷ്യ സെയിം എന്താണ് നമുക്കിവിടെ പ്രൈസ്? ഏഷ്യ റേഞ്ചിങ് ആണ്, മീൻസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? മാനിപ്പുലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെ. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ ഫൈനലി എന്ത് ചെയ്തു? സെഷൻ ലോ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തു? മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. നമുക്കിനി എന്ത് വേണം? സോ മാനിപ്പുലേഷൻ കഴിഞ്ഞ പ്രൈസ് എന്ത് ചെയ്തു? സ്ട്രോങ് ആയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് പ്രൈസ് എന്ത് ചെയ്തത്? ക്രിയേറ്റ് ചെയ്തത് അല്ലെ. മാനിപ്പുലേഷന് ശേഷം പ്രൈസ് ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് എന്ത് ചെയ്തത്? അവിടെ റിയാക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടല്ലേ അല്ലെ. സോ നമുക്കിനി എന്ത് വേണം? POIs കൺസിഡർ ചെയ്യുന്നത് അല്ലെ.
POS നമുക്കിവിടെ വലിയ POA ഉള്ളത് ഈ കാണുന്ന സാധനം നമുക്കിവിടെ ഡിമാൻഡ് സോൺ ആക്കി കൺസിഡർ ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ നമുക്കുള്ള ഏതാ, സ്ട്രൈക്കർ ഉണ്ട്, then നമുക്ക് QML ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. നമുക്ക് സെയിം സാധനം നമുക്ക് എന്ത് ചെയ്യാം, 5 മിനിറ്റിലേക്ക് പോവാം. 5 മിനിറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിഫൈൻ ചെയ്തിട്ട് എൻട്രി എടുക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്കർ ബ്ലോക്ക് തന്നെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ QML-ലേക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് സെറ്റപ്പിൽ എടുത്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാണുന്ന ഏരിയയിൽ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ശരി, എന്ത് ചെയ്യാം, എൻട്രി ഹിയർ നമുക്ക് ഏതാണോ നമ്മുടെ ടാർഗറ്റ് സെഷൻ വരുന്നത്, സെഷൻ ഹൈ വരുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ലിക്വിഡിറ്റി എവിടെയാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എവിടെയാണ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് വെക്കാം. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രൈസ് മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, സ്ട്രോങ് ആയ ഡിസ്പ്ലേസ്മെന്റ് പ്രൈസ് തന്നത്, പ്രൈസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എന്താണ്, വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളിവിടെ സപ്പോസ് നിങ്ങളുടെ ബ്രേക്കർ ബ്ലോക്കിലൊക്കെ എൻട്രി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് ആ ഒരു ട്രേഡ് നിങ്ങൾ ആ ട്രേഡിന്റെ ഭാഗമായിട്ടുണ്ടാവും. സോ ഇവിടെ വെക്കാം, ടാസ്കിലേക്ക് സെയിം സെഷനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാസ്ക് വെക്കാം. പക്ഷെ നിങ്ങൾക്ക് ബ്രേക്കർ ബ്ലോക്ക് അറിയില്ല, കുഴപ്പമില്ല, വിട്ടേക്ക്, നിങ്ങൾക്ക് എവിടെ എടുക്കാം എൻട്രി, ഈ കാണുന്ന ഏരിയയിൽ നിങ്ങളുടെ ഡിമാൻഡ് സോണിൽ എന്ത് ചെയ്യാം, എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റിൽ നമ്മളെ റേറ്റ് എന്തല്ല, റണ്ണിങ് അല്ല, ലണ്ടൻ ഇപ്പോഴും എന്താണ്, ഓൺ ഗോയിങ് ആണ്, എന്തായിട്ടില്ല, പ്രൈസ് തിരിച്ച് താഴോട്ട് വന്നിട്ടില്ല. ശരി, നമ്മൾ സ്റ്റിൽ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു, എന്റെ എൻട്രിയിൽ വന്ന് ടാപ്പ് ചെയ്തു അല്ലേ, POയിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. ആദ്യത്തെ നമ്മളിവിടെ വെക്കാം, അറൗണ്ട് ഒരു 1:4.5 അല്ലെങ്കിൽ 5.3 റിസ്ക് റിവാർഡ് ഉണ്ട്. ഇത് വൈസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എന്താ സംഭവിച്ചു നോക്കാം. പ്രൈസ് കുറച്ചുകൂടെ കിടന്ന് റേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് സെഷനിൽ, പ്രൈസ് നിങ്ങളുടെ POയിൽ ഒന്ന് ടാപ്പ് ചെയ്തു, റിക്കവർ ആയില്ല, അവിടെ കിടന്നതിനെ കളിക്കാൻ. നമ്മൾ അതിന് മുമ്പത്തെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട് അല്ലെ, ന്യൂസ് ഉള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾ ഒന്നെങ്കിലും അവിടെ എക്സിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ട്രേഡിന്റെ ഭാഗത്തിന് പോകാം. സോ അങ്ങനെയാണ് ഇപ്പൊ ഈ ട്രേഡ് നമുക്ക് ഇപ്പൊ എന്താ ഹിറ്റ് ചെയ്ത്, SL ആണ് നമുക്ക് ഈ ട്രേഡിനകത്ത് കിട്ടിയത്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് 100% എന്തായാലും നമുക്ക് എന്ത് കിട്ടില്ല, ട്രേഡ് സക്സസ് കിട്ടില്ലല്ലേ. അപ്പൊ അതിനകത്ത് SL കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് അഞ്ചാമത്തെ ട്രേഡ് എന്തായിരുന്നു, ഫിഫ്ത്ത് ട്രേഡ് -1 ആണ് അല്ലെ. കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വിട്ടേക്ക്, ട്രേഡിനകത്ത് SL കാര്യങ്ങളൊക്കെ എനിക്ക് 100% എന്തായാലും വിന്നിങ് ചാൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രെയിനിന് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. തൊട്ട് മുമ്പത്തെ ദിവസം നോക്കാം. തൊട്ട് മുമ്പത്തെ ദിവസം ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്താണ്, ബേറിഷ് ട്രെൻഡാണ്. ഇവിടെ നമുക്ക് മാനിപ്പുലേഷൻസ് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ നടക്കുന്നത് വേണ്ട, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ആ കാര്യങ്ങൾ, സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ആ ട്രേഡ് എന്ത് ചെയ്യാം, വിട്ടേക്കാം. ശരി, ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തേക്ക് പോവാം. ശരി, ഇവിടെ നമുക്ക് ഏഷ്യ ചെയ്യാം അല്ലേ. നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന എന്താണ്, ഏഷ്യ റേഞ്ചിങ് ആണല്ലേ. പ്രൈസ് ഇവിടെ ഏത് കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു റേഞ്ചിങ്, പ്രോപ്പർ ട്രെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നത് തൊട്ടുമ്പോഴല്ല, ഏഷ്യ ഹൈലോന്റെ ബേസിലുള്ള സ്ട്രാറ്റജി അല്ലെ. സോ അതിന്റെ ബേസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏഷ്യ ഹൈലോന്റെ ബേസിൽ നിങ്ങൾക്ക് 18 months എന്ത് ചെയ്യാവുന്നതാണ്, എൻട്രി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ആ ഒരു വീഡിയോ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് നമ്മുടെ ബോണസ് സെഷനകത്തും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിനകത്തും, പബ്ലിക് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അതിന്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ഈ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ വെയിറ്റ് ആൻഡ് സെയിം ഏഷ്യയുടെ ഹൈയല്ലോ, സോറി, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പവർ ഓഫ് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏഷ്യയല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പേഷ്യന്റെ ബേസ് നമുക്ക് ട്രേഡ് DP കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് AMD ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്, പ്രൈസ് മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ അല്ല, ഈ കാണുന്ന സ്ഥലത്ത് പ്രൈസ് എന്ത് ചെയ്തു, മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഒരു ബ്രേക്ക് ആണ്. അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു, വീണ്ടും പ്രൈസ് ബ്രേക്ക് ചെയ്തു. ശരി, നമ്മൾ ഇനി ബ്രേക്ക് ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ സ്റ്റിൽ ബ്രേക്ക് ഓപ്ഷൻ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയില്ല. യാ, ഫൈനലി നമുക്ക് ഇവിടെ ബ്രേക്ക് ഓപ്ഷൻ പറയാൻ വേണ്ടി പറ്റില്ല, ബോഡി ക്ലോഷർ ആൻഡ് യാ, പെർഫെക്റ്റ്. പ്രൈസ് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്ത് കിട്ടി, ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. സോ അക്യുമുലേഷൻ ആയി. അതിനുശേഷം എന്തായി, മാനിപ്പുലേഷൻ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു, കുറച്ച് ഹാർഡ് ആയിട്ട്. ഓക്കെ, മാനിപ്പുലേഷൻ ആയി. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മുടെ എൻട്രി എവിടെ ആയിരിക്കും, ഏകദേശം നിങ്ങൾക്ക് ഒന്നിൽ എവിടെ എടുക്കാം, ഓട്ടോ ബ്ലോക്കിൽ എൻട്രി എടുക്കാം. ഹിയർ ഈ കാണുന്ന ഓട്ടോ ബ്ലോക്കിൽ എടുക്കാം. അത് നിങ്ങൾക്ക് അൺമിറ്റിഗേറ്റഡ് വിക്കിനകത്ത് എടുക്കാം. ഞാനിവിടെ ഓട്ടോ ബ്ലോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അറ്റ് സെയിം ടൈം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് QML ലൈൻ ആണ്. എന്തിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നത്, എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, QML ലൈൻ ആണ് എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. 5 മിനിറ്റിൽ നമുക്ക് പോയിട്ട് അവിടെ റിഫൈൻ ചെയ്യാൻ
നമുക്കിവിടെ എന്തുണ്ട്? സപ്ലൈ സോൺ ഉണ്ട് അല്ലെ? സപ്ലൈ സോൺ ഉണ്ട്. സെയിം ടൈം അവിടെ തന്നെ നമ്മുടെ ക്യൂമലൈന് കാര്യങ്ങളെല്ലാം വരുന്നത്. ഫൈൻ, ശരി. ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്യൂമലൈൻ ആണ്. ഞാൻ അന്ന് എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്ത എൻട്രി ഹിയർ ക്രഷർ ബ്രീത്തിങ് സ്പേസ്. എന്തോ ഒരേ കളറായിട്ട് എന്തോ പോലെ ഉണ്ട്. സോണിട്ട് ഓക്കെ. ടാസ്ക് നമുക്ക് ഇവിടെ സെഷൻ വരുന്നത് നമുക്ക് ടാസ്ക് ക്യൂമല ഇവിടെയാണ് വരുന്നത്. ഓക്കെ, വേണ്ട. ഓക്കെ, ബ്രീത്തിങ് സ്പേസ് മതി. ശരി, ബാക്ക് ടു 15 മിനിറ്റിലേക്ക് ഞാൻ പോയി. ദെൻ എല്ലാ പ്ലാനിങ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ലിമിറ്റ് ഓർഡർ കാര്യങ്ങളെല്ലാം ബ്രോക്കറിനെ സെറ്റ് ചെയ്യും. ശരി, നമുക്ക് തിരിച്ച് പ്രൈസ് റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെയും ടാർഗറ്റ് വരുന്നത് അല്ലേ? സെഷൻ ലോ ഇതാണല്ലോ. സ്റ്റിൽ നമുക്ക് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഫൈനലി പ്രൈസ് എന്ത് ടാപ്പ് ചെയ്തു? എന്താ ബ്ലോക്കിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ക്യൂമൽ ലൈനാണെങ്കിലും പ്രൈസ് എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തു. ശരി, നമ്മളിനി TPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? TP ഹിറ്റ് ചെയ്തു. അറൗണ്ട് 1:5.5 എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്? ഫിക്സ് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ 6ാമത്തെ ട്രേഡ് നമുക്ക് എന്തായിരുന്നു? +5.5 ഓക്കെ. സോ കറന്റ് നമ്മളൊരു 6 ട്രേഡാണ് നമ്മൾ ഈ ഒരു സെഷന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പവർ ഓഫ് 3 ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. 6നകത്ത് നമുക്ക് അറൗണ്ട് ഒരു 2 ട്രേഡ് എന്തായിരുന്നു? ആയിരുന്നു. ഒരു ട്രേഡ് നമുക്ക് എന്ത് കിട്ടി? മീൻസ് 1, 2, 3, 4 4 ട്രേഡ് നമുക്ക് എന്തും കിട്ടി? TPയും കിട്ടി. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പവർ ഓഫ് 3ന്റെ ബേസിലുള്ള പ്രാക്ടീസിങ് സെഷനകത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും ഇതൊരു ടോട്ടൽ എത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ട്രേഡ് എത്ര ആയിരുന്നു? +3 ആയിരുന്നു അല്ലേ? സോ 3 + 6 എത്ര വരുന്നത്? 950. ദെൻ +4 നമുക്ക് മൈനസ് പിന്നെ ഡിസ്കസ് ചെയ്യാം. -4.5. സോ നമുക്ക് എത്ര കിട്ടി? 13.5 അല്ലേ? റൈറ്റ്. സോ 4.5. ദെൻ നമുക്ക് ഒരു 5.5 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഐ തിങ്ക് ഒരു 90 ഉണ്ടാവും അല്ലേ? 90 ഉണ്ടാവും. 5. ടോട്ടൽ നമുക്ക് എത്ര RR കിട്ടി? ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. +9 RR നമ്മൾ എന്താണ്? സോറി, 19 RR നമ്മൾ എന്താണ്? സ്റ്റിൽ അപ്പ് ആണല്ലേ? ഇതിനകത്ത് നമുക്ക് എത്ര പെർസെന്റേജ് മൈനസ് ചെയ്യാനുള്ളത്? 2% നമുക്ക് എന്ത് ചെയ്യാണ്ട്? മൈനസ് ചെയ്യാണ്ട്. സോ ടോട്ടൽ നമുക്ക് എത്രയുണ്ട്? 17 RR അല്ലേ? 17 RR സ്റ്റിൽ നമ്മൾ എന്താണ്? അപ്പാണ്. ഏകദേശം നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ഫംസ് പാസ് ആവാനും ഇത്രയൊക്കെ മതി. ഒരു 17 RR ഒക്കെ കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഫേസ് നമുക്കൊരു 10%, സെക്കൻഡ് ഫേസ് നമുക്ക് 5% ആണെങ്കിൽ ടോട്ടൽ 15 RR മതി. നമുക്ക് അറൗണ്ട് എന്തുണ്ട്? 17 RR ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് മാർക്കറ്റിനകത്ത് എന്ത് കിട്ടിയിട്ടില്ല? ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാ ദിവസവും എൻട്രി ഉണ്ടാവണമെന്നുമില്ല. സോ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ മാർച്ച് ഒരു മിഡ് വരെയൊക്കെ, ഒരു 10th വരെയൊക്കെ എന്ത് കിട്ടിയിട്ടുള്ളൂ? പവർ ഓഫ് 3ന്റെ ബേസിൽ എൻട്രി കിട്ടിയത്. 10th ശേഷം പിന്നെ അതൊന്ന് സ്റ്റേബിൾ ആയി കിട്ടിയത് 20th ശേഷം, അല്ലെങ്കിൽ 22, 23 ശേഷമാണ് നമുക്ക് എന്ത് കിട്ടിയത്? വീണ്ടും നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു എൻട്രീസ് കാര്യങ്ങളെല്ലാം പവർ ഓഫ് 3ന്റെ ബേസിൽ കിട്ടിയിട്ടുള്ളത്. ചില കേസിൽ നമ്മൾ സെഷൻ അല്ലാതെയും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പവർ ഓഫ് 3ന്റെ ബേസിൽ നമുക്ക് എൻട്രീസ് കാര്യങ്ങളെല്ലാം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പവർ ഓഫ് 3യുടെ ആ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ചിങ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കുന്ന സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് അതിന്റെ ബേസ്ഡ് എക്സാമ്പിൾ കാണിച്ചു തരുവാണെങ്കിൽ ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം NSE USനകത്ത് നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെയിം ഹിയർ. ഓക്കെ, ഈ ഒരു കാണുന്ന റീജിയനിൽ ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് അവിടെ ഒരു എൻട്രി എടുത്തുന്നല്ല. ഓക്കെ, 50 മിനിറ്റ് ആണ്. 50 മിനിറ്റിന്റെ ബേസിൽ ഏഷ്യന്റെ ഹൈ പ്രൊഫിറ്റ് ആണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ബേസ്ഡ് ഓൺ ഏഷ്യന്റെ ബേസിൽ നമ്മൾ ഇവിടെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ എന്തുണ്ട്? ടേക്ക് എ ബ്ലോക്ക്. ഓക്കെ, ഇവിടെ ഈ എൻട്രി അന്ന് എടുക്കാതെ ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടില്ല. പക്ഷെ ലൈവായിട്ട് ഞാൻ ഡിസ്കോഡിനകത്ത് സെറ്റപ്പ് ഉണ്ടായി. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ട്രേഡ് കഴിച്ചില്ല. ഇവിടെ ബ്രേക്ക് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്രേക്കറിനകത്ത് ഒരു കൺഫർമേഷൻ എൻട്രി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തു. അതിന്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എൻട്രി എവിടെയാണ്? ഈ ഒരു POയിൽ ടാപ്പിന് ശേഷം കൺഫർമേഷൻ കിട്ടിയിട്ട് എൻട്രി. അപ്പൊ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് പ്രൈസ് നിയറസ്റ്റ് ആയിട്ട് എന്റെ ഹയർ ടൈം ഫ്രെയിം ബ്രേക്ക് ബ്ലോക്കിന് എടുത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? എൻട്രി എടുക്കാൻ. സോ ഞാൻ ബ്രേക്ക് ബ്ലോക്കിൽ വന്നു. ഞാൻ അവിടെ കൺഫർമേഷന് വേണ്ടി എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യണം. സോ കൺഫർമേഷന് വേണ്ടി നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്? ലോവർ ടൈം ഫ്രെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് 1 മിനിറ്റ് 3 മിനിറ്റ് ഏത് ടൈം ഫ്രെയിം വേണമെന്നെങ്കിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ ഇവിടെ 3 മിനിറ്റ് ആണ് ഞാൻ കൺഫർമേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. നോക്ക്,
ശരി, ഞാൻ ഏഷ്യയുടെ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, കറന്റ് ആ പി ഒ എത്തുന്നതിന് മുമ്പ് എന്താണ് പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യാണ് അല്ലെ, ഒരു റേഞ്ചിങ് അല്ലേ പ്രൈസ് അവിടെ മൂവ് ചെയ്യുന്നത് അല്ലെ. ഞാൻ എക്സ്പെക്ട് ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാല് പ്രൈസ് ഈ റേഞ്ചിന്റെ ബ്രേക്ക് ദെൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബ്രേക്ക് ബ്ലോക്ക് ഹയർ ടൈം ഫ്രെയിമിന്റെ പി ഒ ഇവിടെ ഉണ്ട്, പ്രൈസ് അതിന് വേണ്ടി ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കിനകത്ത് ബയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ദെൻ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയ ഒരു എൻട്രി ആണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല, ഇത് 100% നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് പോകുന്ന വാശി പിടിക്കാനൊന്നും പറ്റില്ല. എന്റെ എക്സ്പെക്ടേഷനും പ്ലാനും അതായിരുന്നു, പക്ഷെ എന്റെ പ്ലാൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ സംഭവിച്ചത്. ഞാൻ കാണിച്ചില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. പ്രൈസ് സ്റ്റിൽ അക്യുമുലേറ്റിംഗ്, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് അപ് സൈഡിലേക്കാണ് പ്രൈസ് മാനിപ്പുലേഷൻ അല്ല, പക്ഷെ പ്രൈസ് ഇവിടെ എന്താ ചെയ്തേ, ഡൗൺ സൈഡിലേക്കാണ് എന്ത് തന്നിരിക്കുന്നത്, മാനിപ്പുലേഷൻ തന്നിരിക്കുന്നത്. അപ്പോ ഇത് എന്റെ പ്ലാനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് സ്റ്റിൽ എന്ത് ചെയ്ത് ആ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, മൂവ്. അപ്പോ ഞാൻ നോക്കുമ്പോൾ ഇനി മാനിപ്പുലേറ്റ് നമുക്കിവിടെ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത് അല്ലെ. നമ്മൾ പഠിച്ച പ്ലാൻ പ്രകാരം മാർക്കറ്റ് ഇപ്പൊ ഡൗൺ സൈഡിലേക്കാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പിന്നെ എന്താ നോക്കുന്നത്, സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ പി ഒ ടാപ്പ് എൻട്രി, ഇതാണ് നമ്മുടെ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഹൈ ടൈം ഫ്രെയിം പി ഒ ആണ് കമ്പാരിറ്റീവ്ലി 3 മിനിറ്റ്സിനേക്കാളും പവർഫുൾ ആണ് 15 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു റിസ്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു എൻട്രി ഞാൻ അവിടെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ആ ഒരു എൻട്രി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു കോമഡി വെച്ചാൽ എനിക്ക് ആ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 1:5 1:6 റിസ്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഒരു മോളിൽ 15 മിനിറ്റിന്റെ ബേസിസ് സെൽ ചെയ്ത രണ്ട് ട്രേഡും എനിക്ക് ബ്രേക്ക് ഈവൻ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക് ഇൻ ദ സെൻസ് ഒരു ട്രേഡ് ഒരു 1:3 ടാർഗറ്റ് വെച്ച 1:2.5 റിക്കവർ ആയി. ആ സെയിം ടൈം അവിടെ ഞാൻ ഓർഡർ ബ്ലോക്ക് സപ്ലൈ സെൽ ട്രേഡ് 1:3.5 കിട്ടി. എന്റെ എക്സ്പെക്ടഡ് ടാർഗറ്റ് എത്തിയിട്ടില്ല, അതുകൊണ്ട് എന്റെ ട്രേഡ് ഞാൻ ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, പക്ഷെ അത് തിരിച്ച് മോട്ട് കയറിപ്പോയി. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഈ ഒരു ട്രേഡ് എന്താ പറയാ, പോസിറ്റീവ് ഒരു എന്താ പറയാ, ഒരു സ്ട്രോങ്സ്റ്റ് ആയ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്ത് ഫീൽ ചെയ്ത്. ഫോറസ്ട്രി വെച്ചാല് ഒരു നല്ല രീതിയിൽ ഒരു എൻട്രി കിട്ടുന്ന ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. സോ ലിക്വിഡിറ്റി ഫോർ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, പ്രൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്റെ എൻട്രി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് സംവെയർ ഓൺ ഹിയർ, ഈ കാണുന്ന പി ഒയിലാണ് ഞാൻ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, എന്റെ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു. സോ പി ഒക്ക് വേണ്ടി വേറൊരു അൾട്ടർനേറ്റീവ് കളർ ചൂസ് ചെയ്യാം. ഐ തിങ്ക് നമുക്ക് ബ്ലാക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ എൻട്രി എവിടെ വെക്കാം, എൻട്രി ഹിയർ. ഓക്കെ, എൻട്രി ഹിയർ ഇല്ലോതല്ലോ 1:5 വെക്കാം. എന്നുവെച്ചാൽ NSD USD ആണ്, ഒരു ചെറിയ രീതിയിൽ സ്പ്രെഡും വരുന്നുണ്ട്. ഇനി ഞാൻ FXTM ആണ് യൂസ് ചെയ്യുന്ന ബ്രോക്കർ, അതിനകത്ത് ഒരു 1 പിപ്പിന്റെ നിയറസ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ FXTM യൂസ് ചെയ്യാം. FXTM പൊതുവേ സ്പ്രെഡ് വളരെ കുറവാണ്, കമ്മീഷനും അധികം വലിയ കമ്മീഷൻ ഒന്നും വരുന്നില്ല. ടാർജറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1:3 ടാർജറ്റ് വെക്കാം. ഐ തിങ്ക് സംവെയർ ഓൺ ഹിയർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു പി ഒ ടാർജറ്റ് വെക്കാം 1:4.5 അല്ലെ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിച്ചു നോക്കാൻ വേണ്ടി. പ്രൈസ് ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടോ അല്ലെ. പ്രൈസ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, വെയിറ്റ് ചെയ്യാം എന്തായാലും. നമ്മുടെ എന്ത് ടാപ്പ് ചെയ്ത് പ്രൈസ് തിരിച്ച് പി ഒയിൽ വന്നോ, എനിക്ക് സോ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ മതി, ടാർഗറ്റ് നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആസ് ഇവിടെ വെച്ചാൽ മതി. നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല 1:3.30 റിസ്ക് റിവാർഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഇനി ഇൻ കേസ് ഓക്കെ സപ്പോസ് പ്രൈസ് വെയിറ്റ് ചെയ്യാന്ന് വെച്ചോ, ഒരു കുഴപ്പമില്ല. ഓൾറെഡി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിന്റെ പി ഒ ഇവിടെ ഉണ്ട്, തിരിച്ച് നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ സപ്ലൈയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഷോർട്ട് ചെയ്യാവുന്നുണ്ട്, കുഴപ്പമില്ല. ഈ ട്രേഡ് SL അടിക്കുവാണെങ്കിൽ. അപ്പൊ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ സെഷനകത്ത് പറഞ്ഞിട്ട്, നിങ്ങൾ മണി മാനേജ്മെന്റ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇത് റിസ്ക് ആണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ 1% റിസ്ക് ചെയ്യേണ്ട, നിങ്ങൾ 0.5 എന്ത് ചെയ്താൽ മതി, റിസ്ക് ചെയ്താൽ മതി. അത് റിസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 0.25 എന്ത് ചെയ്യാം, റിസ്ക് ചെയ്യാം. ഇതെല്ലാം ബോണസ് ആണ് അല്ലെ, നമ്മള് കണ്ടീഷൻ നമ്മള് എക്സ്ട്രാ എടുക്കുന്ന ഒരുപാട് എൻട്രി ഫോറസ്റ്റിന്റെ ബേസിൽ, അതെല്ലാം ബോണസ് എൻട്രീസ് ആണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് നോക്കാം പ്രൈസ് റിയാക്ടിങ്, അതാണ് സ്ട്രോങ് ആയ റിയാക്ഷൻ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ എനിക്ക് റിസ്ക് ആണെന്ന് തോന്നുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും, കോമിറ്റ് പോ, ഇൻഫർമേഷൻ എടുക്ക്, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് സ്ട്രക്ചർ, സ്ട്രോങ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്, ബ്രേക്ക് ബ്ലോക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് റിസ്ക് ആണെന്ന് തോന്നുന്നെങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞതുള്ളൂ, മാൻഡറ്ററി ഒന്നല്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും, ട്രേഡ് PT ഹിറ്റ് ചെയ്യുന്നുണ്ടാവും.
സപ്പോസ് നിങ്ങൾ മുകളിലെ പി ഒ നിങ്ങൾ വെക്കുന്നെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും വന്നിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്, GP ഇൻഡെക്സ് ഓഫ് 1:4.5 റെസ്റ്റോറൻറ്റ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫോറസ്റ്റിന്റെ ബേസിലെ ട്രേഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അവിടെ ഇറക്കി വെച്ച് ഇൻഫിനിറ്റ് വന്ന് ഡിസ്റ്റന്റ് ആയി പോയി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പവർ ഓഫ് ത്രീയുടെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ. സോ നിങ്ങൾ ഇതിന്റെ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പവർ ഓഫ് ത്രീ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എവിടെ ചോദിക്കാവുന്നതാണ്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് കമന്റ് ബോക്സിനകത്ത് ഡിസ്കൗണ്ടിനകത്ത് ചോദിക്കാം. ഇനി പബ്ലിക് വ്യൂവേഴ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്, കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാവുന്നതാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യാൻ, നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഡൗട്ട്സും ചോദിക്കാം. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാം വളരെ ഇന്നാക്റ്റീവ് ആണ്, ഞാൻ അധികം ഉപയോഗിക്കാത്ത ഒരാളാണ്. ബട്ട് എപ്പോഴെങ്കിലും കയറുവാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചാനലിൽ കീപ്പ് ചെയ്യുക. ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഞാൻ ഒരുപാട് തവണ പറയുന്നതാണ്. ഇപ്പം എന്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും എനിക്ക് അറിയുന്ന ആളോട് ഞാൻ പറയുന്ന ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചാനൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഫോറക്സിനകത്തേക്ക് വരുന്ന നിങ്ങളുടെ സ്റ്റുഡൻസ് ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് കുറച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റുഡൻസിന് ഫോറക്സ് ട്രേഡിംഗ് താല്പര്യമാണ്, അവർക്ക് ഫോറക്സ് ട്രേഡിംഗ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിനകത്ത് ഒരുപാട് ഫോറക്സ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളും ഒരു ബേസിക്സ് ടു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്താനുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് സെഷൻ സീരീസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്ന. ഫോറക്സ് ട്രേഡിംഗ് അല്ല, നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിനകത്തും ഈ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെർച്ച് ചെയ്യുന്നതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നമ്മുടെ ഒരു മെന്റർഷിപ്പ് എടുത്താൽ കൊള്ളാം. നമ്മൾ മെന്റർഷിപ്പ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങൾക്ക് എടുത്താൽ കൊള്ളാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഒരു മെന്ററുടെ അസിസ്റ്റൻസിൽ നിന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ താഴെ നമ്മുടെ എലമെന്റിന്റെ കമ്പനി നമ്പർ, വാട്സ്ആപ്പ് നമ്പർ കൊണ്ട് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മെന്റർഷിപ്പ് അവിടെ നിന്ന് എടുക്കാവുന്ന. മെന്റർഷിപ്പ് നിങ്ങൾക്ക് ബാച്ച് ആയിട്ടാണെങ്കിൽ ബാച്ച്, ഇനി പ്രീ റെക്കോർഡ് ആണെങ്കിൽ പ്രീ റെക്കോർഡ്, പേഴ്സണൽ മെന്റർഷിപ്പ് ആണെങ്കിൽ പേഴ്സണൽ, ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഇത് 4 ടൈപ്പിൽ നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഏറ്റവും ലോസ്റ്റ് പ്രൈസ് വരെ നമുക്ക് പ്രീ റെക്കോർഡ് സെഷൻസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമ്പനി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ എല്ലാവരും നല്ലപോലെ ട്രൈ ചെയ്യുക, മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യുക, മിസ്റ്റേക്സ് റെക്കോർഡ് ചെയ്യുക, ചാനൽ കീപ്പ് ചെയ്യുക, ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ചാനൽ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാനലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ചാനലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രേഡിംഗ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം പ്രൈസ് സെഷൻ സീരീസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു കോസ്റ്റ് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഫേംസിന്റെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ സെഷനകത്ത് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഫ്എക്സ് ടീമിനകത്ത് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്ക് $200 അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് വേറെ ഏതെങ്കിലും ഒരു ആളുമായി നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല, എനിക്ക് $200 മാറ്റാൻ പറ്റും. അക്കൗണ്ട് ഒന്ന് ഡീആക്ടിവേറ്റ് ശേഷം പിന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ. അപ്പൊ അത് നിങ്ങൾ വറീഡ് ആവേണ്ട. എന്ത് എഫക്ട്സും റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട്സിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എലമെന്റിന്റെ നമ്പർ, വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും നല്ലപോലെ ട്രൈ ചെയ്യും. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ സി യു.